അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, കഴിഞ്ഞയാഴ്ച നാം സംസാരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറി അവസരോചിതമായ ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പത്തെ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ച അവിടെ നിന്ന് നമ്മുടെ പഠനം ആരംഭിക്കുകയാണ്. മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ മഹത്തുക്കളായ ഇമാമുമാർ പറഞ്ഞു തന്നത് വിവരിക്കുകയാണ് ഇവിടെ. സത്യവിശ്വാസിയുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നാം അക്കമിട്ട് തന്നെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവകളൊക്കെ തന്നെ യഥാവിധി മനസ്സിലാക്കി നാം പ്രായോഗികമാക്കണം, എങ്കിലേ ഇത് നാഫിയായ ഇൽമ് ആവുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സന്മനസ് നാം കാണിക്കണമെന്നാണ് ആമുഖമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്തുന്നത്. മരണ വീട്ടിലെത്തുന്ന സത്യവിശ്വാസികൾ മരണമടഞ്ഞ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മഗ്ഫിറത്തിനായി അഥവാ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വെറുതെ മരണ വീട്ടിൽ സന്ദർശനം നടത്താനല്ല ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മിൽ നിന്നും വേർപെട്ടു പോയ വേണ്ടപ്പെട്ട ആളുകളുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെയും ഗതി ഇതായിരിക്കുമെന്ന ബോധത്തോടുകൂടെ അത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളിൽ നിന്ന് രക്തസാക്ഷികളായ ഷഹീദായ ഉന്നതരായ മറ്റു സ്വഹാബിമാർക്ക് വേണ്ടി ദുആ ചെയ്യുകയും മറ്റു സ്വഹാബികളെ അതിന് നിർബന്ധിപ്പിക്കുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ കേട്ടു. രക്തസാക്ഷികളായ ആളുകൾ അവർ ആരാണ്? അവർക്ക് വേണ്ടി വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യം അവർക്കില്ല. നിർബന്ധമായ മയ്യിത്ത് നമസ്കാരം പോലും ശുഹദാക്കളുടെ മേലിൽ ഇല്ലല്ലോ, ദീൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും സ്വഹാബത്തിൽ നിന്ന് ഷഹീദായി പോയ മഹാന്മാർക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുകയും സ്വഹാബാക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയുമുണ്ടായി. ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണ്? എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടുകൊണ്ടാണ് അവർ സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് അവർ അള്ളാഹുവിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ തന്നെ സകല പാപവും അള്ളാഹു പൊറുത്തു കൊടുത്തിരിക്കുകയാണ്. ഉന്നതമായ മൃത്യു വരിച്ചവരാണ് രക്തസാക്ഷികൾ. അവർക്ക് ഒരൊറ്റ മോഹമേ ഉള്ളൂ. ശുഹദാക്കൾക്ക് വീണ്ടും അവർ ഒരു കാര്യം മോഹിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഷഹീദായി ഇവിടെ നിന്ന് റബ്ബിന്റെ സന്നിധിയിലെത്തിയ മഹാത്മാക്കളായ രക്തസാക്ഷികൾ ഒരു കാര്യം വീണ്ടും ആശിക്കുന്നുണ്ട്. അതെന്താ? ഹദീസുകളിൽ കാണാം, യൂജദു ഫിൽ ജന്നത്തി റജുലുൻ യബ്കി. സ്വർഗത്തിന്റെ നടുത്തളത്തിൽ ഒരു മനുഷ്യൻ ഇരുന്ന് കരയുന്നു. സ്വർഗത്തിലെത്തിപ്പെട്ട സ്വർഗവാസിയായ ഒരു മനുഷ്യൻ കരയുന്നു. ഫയുഖാലു ലഹു ലിമ തബ്കി വ അൻത ഫിൽ ജന്ന. സ്വർഗത്തിലെ പാറാവുകാരായ സ്വർഗത്തിലെ സേവകന്മാരായ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം, ലിമ തബ്കി വ അൻത ഫിൽ ജന്ന. എന്തിനാണ് സഹോദരാ നിങ്ങൾ കരയുന്നത്? വ അൻത ഫിൽ ജന്ന, താങ്കൾ ഉള്ളത് സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തിൽ ആശിക്കുന്നത് ഇച്ഛിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണല്ലോ സ്വർഗം. എന്നിട്ട് ഈ സ്വർഗത്തിലെത്തിപ്പെട്ട നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കപ്പെടുമ്പോ ഫയുഖാലു, ആ മനുഷ്യൻ പറയുന്നു, അബ്കി ലിഅന്നി ലം ഉഖ്തൽ ഫില്ലാഹി ഇല്ലാ ഖത്ലതൻ വാഹിദ ഫകുന്തു അസ്തഹി അൻ നുറദ്ദ ഫഉഖ്തല ഫീഹി ഖത്ലാത്. ഒരു കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ്. എന്താണ് ആ കാര്യം?
ഞാൻ കരയാനുള്ള കാരണം ലിഅന്നീ ലം ഉഖ്തൽ ഫില്ലാഹി ഇല്ലാ ഖത്ലതൻ വാഹിദ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു തവണ മാത്രമാണല്ലോ എനിക്ക് മരിക്കാൻ സാധിച്ചത്. അല്ലാഹുവിന്റെ കെലിമത്ത് ഉന്നതമാക്കാൻ വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനുള്ള അവസരം ഒരു തവണ മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഫകുന്തു അഷ്തഹി, എന്റെ മനസ്സിലൊരു ആശയുണ്ട്. അതെന്താണെന്നറിയോ? അന്നുറദ്ദ, ഒരു തവണ കൂടെ ഭൂമിയിലേക്ക് മടക്കം കിട്ടിയാൽ ഫഉഖ്തല ഫീഹി ഖത്ലാത്, ധാരാളം തവണ രക്തസാക്ഷിയാകാനുള്ള അവസരം കിട്ടുമായിരുന്നു. ഇനിയൊരു മടക്കത്തിന് ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ആ ചാൻസ് ഇനി കിട്ടൂലല്ലോ. അതൊരു മഹാനഷ്ടമാണല്ലോ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഈ മഹത്വമേറിയ ഈ അവസരം, അല്ലെങ്കിൽ ഉന്നതമായ റേഞ്ചിന് ഇനി അവസരമില്ലല്ലോ എന്നോർക്കുമ്പോ സങ്കടമാണ്. രക്തസാക്ഷി പറയാ സ്വർഗത്തിൽ. ഇത് തന്നെയാണ് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ല എന്ന് പറയുന്ന പ്രസിദ്ധ സ്വഹാബി വര്യൻ ഉഹദ് രണാങ്കണത്തിൽ പിടഞ്ഞ് ഷഹീദായി. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ല എന്നവർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. നിരാരംഭരായ മക്കളെ അനാഥരാക്കിക്കൊണ്ട്, എല്ലാം പിഞ്ചുമക്കളാണ്. ജാബിർ എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് കുറച്ച് ബാല്യത്തിലെത്തി നിൽക്കുന്ന, യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ച ആൾ ജാബിർ മാത്രമാണ്. മറ്റെല്ലാം വെട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കളാണ്. ആ പിഞ്ചുമക്കളെയെല്ലാം അനാഥരാക്കിക്കൊണ്ട് അബ്ദുല്ല എന്നവർ ഉഹദ് രണാങ്കണത്തിൽ ഷഹീദായി മറവ് ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അലാ ഉബശ്ശിറുക യാ ജാബിർ, ജാബിറെ, ഉപ്പാന്റെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ട്. കുടുംബത്തിന്റെ നിങ്ങളുടെ ദുഃഖം വിവരണാതീതമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. പക്ഷേ ജാബിറെ, ഒരു സന്തോഷ വാർത്ത അറിയണോ നിനക്ക്, കേൾക്കണോ നിനക്ക്? അതെന്ത് സന്തോഷ വാർത്തയാണെന്നറിയോ? രക്തസാക്ഷിയായി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പറന്നുപോയ നിന്റെ പൊന്നുപ്പായുടെ വാർത്ത കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, മരിച്ചുപോയ ആളുകളുടെ വിവരമൊന്നും അറിയാൻ നമുക്ക് മാർഗമില്ലല്ലോ. ഉമ്മാനെ കബറിൽ ഇറക്കിപ്പോന്നു, ഉപ്പായെ ഇറക്കിപ്പോന്നു, വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്തു, കുഴിമാടത്തിൽ ഇട്ടുപോന്നു. പിന്നുള്ളൊരു കഥയും നമുക്കറിയില്ലല്ലോ, അറിയാൻ അവസരമില്ലല്ലോ. ജാബിർ എന്ന് പറയുന്ന മകനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചത്, രക്തസാക്ഷിയായി പോയ പിതാവിന്റെ വാർത്തയറിയണോ? ഈ ചോദ്യം കേൾക്കേണ്ട താമസം ജിജ്ഞാസയോടുകൂടെ ചെവി കൂർപ്പിച്ച് തിരുനബിയുടെ പവിത്രമായ ചുണ്ടുകളിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു നോക്കി നിന്നു. എന്ത്, എന്റെ ഉപ്പായുടെ വിവരാണോ പറയാൻ പോകുന്നത്? തുടർന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, മകനെ ഉപ്പായുടെ വിവരം അറിയിക്കുകയാണ്. ഇന്നല്ലാഹ തആല ഖദ് അഹ്യാ അബാക വഅഖഅദഹു ബൈന യദൈഹി ഫഖാലത് മുന്ന യാ അബ്ദി മാ ശിഇത ഉഅ്തീകഹു. ഇന്നല്ലാഹ തആല ഖദ് അഹ്യാ അബാക, ജാബിറെ, നിന്റെ ഉപ്പാനെ അല്ലാഹു ജീവിപ്പിച്ചു. എന്നിട്ട് വഅഖഅദഹു ബൈന യദൈഹി, തമ്പുരാന്റെ മുന്നിൽ, അവന്റെ ദർബാറിൽ, അവന്റെ അർശ് എന്ന സിംഹാസനത്തിന്റെ മുന്നിൽ നിന്റെ പൊന്നുപ്പായെ ഇരുത്തി. എന്നിട്ടോ തുടർന്ന് ഫഖാല തആല, തുടർന്ന് നിന്റെ ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, പറഞ്ഞു, തമുന്ന യാ അബ്ദി മാ ശിഇത ഉഅ്തീകഹു, എന്റെ പ്രിയ ദാസ, എന്റെ പ്രിയപ്പെട്ടവനെ, നീ ഇച്ഛിക്കുന്നത് പറഞ്ഞോ, ഉഅ്തീകഹു, ഞാൻ തരാം. നിനക്ക് വേണ്ടത് നീ കൊതിച്ചോ, നീ ആഗ്രഹിച്ചോ, നീ ആവശ്യപ്പെട്ടോ, ഉഅ്തീകഹു, ഞാൻ അത് തരാം. ആ സമയത്ത് നിന്റെ ഉപ്പ പറഞ്ഞത് എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, നിന്റെ ഉപ്പായുടെ മറുപടി എന്താണെന്നറിയോ? യാ റബ്ബി മാ അബദ്തുക ഹഖ ഇബാദതിക്, പടച്ചോനെ, അർഹമായ പൂർണ്ണമായ രീതിയിൽ ഈ പാവപ്പെട്ട അബ്ദുള്ള ഇതുവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഒരു ഷഹീദിന്റെ വാക്ക. 5 വക്തും കൃത്യമായി നിസ്കരിക്കുമ്പോക്കിന് നമ്മളൊക്കെ ആരാ, നമ്മൾ എവിടെ എത്തിപ്പോ? കൂട്ടത്തിലൊരു ജമാഅത്ത് ഭാരവാഹിത്വം കിട്ടിയാൽ ഓക്കെ, എല്ലാം ആയി, പതിയും ഫുള്ളായി അല്ലേ? രക്തസാക്ഷിയായ ആ മഹാൻ പറയാണ് പടച്ചോനോട്, യാ റബ്ബി മാ അബദ്തുക ഹഖ ഇബാദതിക്,
ഇബാദത്ത് തനതായ ശൈലിയിൽ തനതായ രീതിയിൽ നിർവഹിച്ചവനല്ല ഈ വിനീതൻ. നിന്നോടുള്ള ബാധ്യത വീട്ടിയവനല്ല ഈ അടിയൻ. നിന്നോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കിയവനല്ല ഈ അടിമ. അതുകൊണ്ട് ഒരാശ മാത്രമേ ഉള്ളൂ. നിന്റെ ഉപ്പ അള്ളാനോട് പറഞ്ഞ കാര്യം കേട്ടോ ജാബിറേ? എന്താ? പടച്ചോനെ, ദുനിയാവിലേക്കൊരു മടക്കം കിട്ടിയാൽ, ദുനിയാവിലേക്ക് ഒന്നുകൂടെ നീ മടക്കി അയച്ചാൽ എന്റെ പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കളെ ഒരു നോക്കുകൂടെ കണ്ടിട്ട് വരാ എന്നല്ല പറഞ്ഞത്. നിങ്ങളെ കാര്യമൊന്നും അല്ല ഉപ്പ അപ്പ പറഞ്ഞത്. ജാബിറെ സമാധാനിപ്പിക്കാണ്, യാഥാർത്ഥ്യങ്ങൾ അറിയിച്ചു കൊടുത്ത് സന്തോഷ വാർത്ത അറിയിക്കാണ്. നിങ്ങളെ കാണാനുള്ള അഭിലാഷമല്ല അള്ളാഹുവോട് പറഞ്ഞത്. പടച്ചവനെ, ദുനിയാവിലേക്ക് ഒരു മടക്കം കിട്ടിയാൽ فأقاتل مع نبيك فأقتل فيك مرة أخرى. നിന്റെ നബിയോടൊപ്പം ഒന്നുകൂടെ പടച്ചട്ടയണിഞ്ഞ് രണാങ്കണത്തിൽ നിന്റെ നബിയോടൊപ്പം വന്നിട്ട് ഫഉഖ്തലു ഫീക മറത്തൻ ഉഖറ, ഒന്നുകൂടി ഈ രീതിയിൽ തന്നെ ഈ വാതിലിലൂടെ തന്നെ ഒന്നുകൂടെ പടച്ചവനെ നിന്റെ മുന്നിലേക്ക് വരാലോ. ഇതാണ് എന്റെ ആശ. അല്ലാഹു പറഞ്ഞു, ഖദ് സബഖ മിന്നി അന്നക ഇലൈഹാ ലാ തുർജഉ. അതെന്റെ മുൻകൂർ നടത്തിയ വിധിയാണ്, നേരത്തെ എന്റെ വിധിയാണ്. അമലിന്റെ ലോകത്ത് നിന്ന് ബർസഖിയായ ആഴത്തിലേക്ക് എന്ന് വെച്ചാൽ ഖബറിലെത്തിയ മനുഷ്യന് പിന്നെ അമലിന്റെ ലോകത്തേക്ക് തിരിച്ചു പോക്കില്ല എന്നത് എന്റെ ലിഖിത നിയമമാണ്. ആ നിയമത്തിൽ ഇനി നിനക്ക് വേണ്ടിയും മാറ്റം വരുത്തൂല എന്ന് അള്ളാഹു പറഞ്ഞു. ജാബിറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ധാരാളം റിവായത്തുകളിലൂടെ വന്ന ഹദീസിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ അതല്ല നമ്മുടെ വിഷയം. ഇത്ര വലിയ ഉന്നതമായ മൃത്യു വരിച്ച രക്തസാക്ഷികളായ ആളുകൾക്ക് വേണ്ടിപ്പോലും നബി തങ്ങൾ ദുആ ചെയ്തു, സഹാബികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടി? അവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല. പിന്നെന്തിനാ ദുആ ചെയ്യിപ്പിച്ചത്? മരിച്ചുപോയവരോടുള്ള, ജീവിച്ചിരിക്കുന്നവർക്കുള്ള കടമയാണത്, ബാധ്യതയാണത്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് കാണിക്കേണ്ട കടമയാണ്, ബാധ്യതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണ വീട്ടിൽ വന്നിട്ട് ഒന്ന് അങ്ങോട്ട് നോക്കി ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇറങ്ങി പോവല്ല ചെയ്യുന്നത്. സുന്നത്ത് പഠിച്ചാൽ മതി, നമ്മൾ വേറെ ഒന്നും പഠിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അത് പഠിച്ച് ജീവിച്ചാൽ മതി കൂട്ടരെ, വേറൊന്നും വേണ്ട. അതാണ് ഇവിടെ പറയുന്നത്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായതറിഞ്ഞ തിരുനബി തങ്ങൾ മരണ വീട്ടിലേക്ക് വന്നിട്ട് കുടുംബത്തെ സമാശ്വസിപ്പിച്ചു, അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ടു. അവരോട് പറഞ്ഞു, സമാധാനിച്ചോളൂ, അള്ളാനോട് പ്രാർത്ഥിച്ചോളൂ, സബൂറായിക്കോളൂ. വിധവയായ ഉമ്മു സലമയോടും മക്കളോടും പറഞ്ഞു. തുടർന്ന് നബി തങ്ങൾ ഇരുകൈയും ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വറുഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ആഖിബീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീ ഖബരിഹി. ആ സഹാബി വഫാത്തായത് അറിഞ്ഞിട്ട് നബി തങ്ങൾ അവിടെ വന്നിട്ട് ദുആ ചെയ്ത ദുആ സഹീഹ് മുസ്ലിമിൽ കാണാം ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, പടച്ചോനെ ഞങ്ങളുടെ പ്രിയ തോഴൻ അബൂ സലമ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി, പുറത്തു കൊടുക്കണേ അബൂ സലമക്ക്. വറുഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗികളോടൊപ്പം അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന് ശേഷം ഉത്തമന്മാരെ ഞങ്ങൾക്ക് നീ തരണേ. നല്ലോരൊക്കെ മരിച്ചുപോയി പിന്നെ ചണ്ടികളാകുന്ന അവസ്ഥ വേണ്ട പടച്ചോനെ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പോലെ ഉത്തമരെ ഞങ്ങൾക്ക് തരണേ റബ്ബേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും പുറത്തു തരണേ. സ്വന്തം കാര്യം ദുആ ചെയ്തു ജംആയിട്ട്. വഗ്ഫിർ ലി എന്നല്ല, വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി. ആ സഹാബിയുടെ, ആ വിശ്വാസിയുടെ ഖബറിനെ നീ വിശാലമാക്കണേ പടച്ചോനെ. വനവ്വിർ ലഹു ഫീ ഖബരിഹി, ഖബറിനെ നീ പ്രഭാപൂരിതമാക്കണേ റബ്ബേ. ദുആ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിപ്പിച്ചതാണിത്. മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഇന്നോളം മരിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രീതി ഖുർആൻ പഠിപ്പിച്ചതാ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സൂറത്തുൽ ഹശർ. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിലെ ദുആയിൽ ഈ വചനമില്ലാത്ത ദുആ ഇല്ല. എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യുന്ന ദുആയാണിത്. എന്താണത്? റബ്ബന ഗഫിർ ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് മാപ്പാക്കണേ, വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ വിശ്വാസികൾക്കും ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല വിശ്വാസികൾക്കും നീ പുറത്തു തരണേ പടച്ചോനെ. ഇത് അള്ളാഹു പഠിപ്പിച്ചതാണ്. റബ്ബന ഗഫിർ ലനാ, അവിടെയും ബഹുവചന, ഒറ്റക്കല്ല. റബ്ബി ഗഫിർ ലി എന്നല്ല, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന, ഞങ്ങളുടെ മുൻഗാമികളായി ആരൊക്കെ മരിച്ചുപോയി, ഈമാനിലായി വിശ്വാസത്തിലായി പോയി, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ പടച്ചോനെ. ഈ ദുആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ദുആയുടെ മുമ്പ് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പാരായണം ചെയ്ത് ദുആ ചെയ്യുന്നത് ദുആയിലെ ഒരു മര്യാദയാണ്. വെറുതെ ദുആ ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു ഖുർബത്ത് സമർപ്പിച്ച് ദുആ ചെയ്യുന്നതാണ് ഉത്തമം. വെറുതെ ദുആ ചെയ്താലും മതി, പക്ഷേ ദുആക്ക് മുമ്പൊരു നന്മ, ഒരു കാണിക്ക അള്ളാഹുവിന്റെ മുമ്പാകെ സമർപ്പിച്ച് ദുആ ചെയ്യുന്ന രീതിയാണ് കൂടുതൽ നല്ല രീതി. നാം നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ടത് എന്തിനാ? പഠിച്ചോനെ ഇപ്പൊ ഈ കാണിച്ച പോയത്തം അത് പുറത്തുണ്ടാ എന്നാണോ? അങ്ങനെ പറഞ്ഞ ഇമാമികളുണ്ട്. ഗഫലത്തോടുകൂടെ ഒരു ബോധമില്ലാത്ത നിസ്കരിച്ചിട്ട് വേറെന്തൊക്കെയോ കടയിലെ കണക്ക് കൂട്ടി പിന്നെ മറ്റവനെ ശരിയാക്കണം എന്നുള്ള രോഷം ഒക്കെ നിസ്കാരത്തിലാ വരുന്നേ. സലാം വീട്ടിയപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് ഇത്ര നേരം ഈ ചെയ്ത ഇടപാട് പുറത്തുകൊണ്ട പഠിച്ചോനെ. അങ്ങനെ ജ്ഞാനികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബോധമില്ല നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഇസ്തിഗ്ഫാറുണ്ടല്ലോ, ആ ചെയ്ത കാര്യം, അതിന് ബോധമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം, പഠിച്ചവൻ ഇപ്പൊ ഈ ചെയ്തത് യഥാവിധി ആയിട്ടില്ലല്ലോ, അതിന് ഗുണമാണോ കിട്ടുക, ശിക്ഷയാണോ കിട്ടുക, ശിക്ഷയാണെങ്കിൽ പുറത്തു തരണേ റബ്ബേ. റാബിയത്തുൽ അദവിയുടെ വാക്കൊക്കെ ഉണ്ട്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോഴും എനിക്കൊരു മനോവേദന ഇല്ലല്ലോ, പഠിച്ചവനെ നിന്നെ കളിയാക്കുകയാണല്ലോ, അതുകൊണ്ട് അതിനൊരു അസ്തഗ്ഫിറുല്ലാഹ് സ്പെഷ്യൽ. അപ്പൊ അതല്ല, അപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നാം പ്രാർത്ഥിക്കുക, എന്താ? ഒരു ഖുർബത്ത്, ഒരു ഖുർബാൻ അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചു എന്നിട്ട് ദുആ ചെയ്യാം. ഈ രീതി നല്ലതാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച രീതിയാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ മന്ദിരത്തിന്റെ പുനർനിർമ്മാണത്തിൽ നിന്ന് വിരമിച്ചപ്പോ ഉടനെ അങ്ങോട്ട് ദുആ ചെയ്തു. ഉടനെ ആർക്കു വേണ്ടി ദുആ ചെയ്തു? സ്വന്തം കാര്യം ദുആ ചെയ്തു. ശേഷം വരാനിരിക്കുന്ന സന്താന പരമ്പരയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ആര്? വിശ്വാസത്തിലെ നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ. സ്വന്തം കാര്യവും മക്കളെ കാര്യവും ഒക്കെ കൂട്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു. അത് വേണം. ഒരു നന്മ അള്ളാഹുവിന് സമർപ്പിച്ചിട്ട് ദുആ ചെയ്യും. അത് അള്ളാഹിനെ സുഖിപ്പിക്കുകയല്ല. പണ്ട് ഒരു ദിക്ർ ഹൽക്ക നടക്കുന്ന മജ്ലിസിൽ ഞാൻ നേരെ ചെവി കൊണ്ട് കേട്ടു, വലിയൊരു ബഹുമാന്യനായ ആള് ജനങ്ങളോട് പറയാ, പൊന്നാര ചങ്ങാതിമാരെ, നമ്മൾ കുറെ ദിക്റൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹിനെ അങ്ങോട്ട് പൊക്കണം, പൊക്കിയിട്ടുണ്ട് ചോദിച്ചാൽ എന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹ് അങ്ങോട്ട് തരും. ഏതുപോലെ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, സമീഅത്തുബി ഉദനയ്യ, ഞാൻ കളവ് പറയല്ല, 2 ചെവി കൊണ്ടും കേട്ടതാ. ഏതുപോലെ നാട്ടിൽ വലിയൊരു സമ്പന്നനായ മുതലാളി ഉണ്ടെങ്കിൽ മുതലാളിയെ ഹാജിയരെ നിങ്ങൾ വിചാരിച്ച അവിടെ നടക്കാത്ത കേസ് ഏതാള്, അതുകൊണ്ട് നിങ്ങൾ മഹാനാണ്, നിങ്ങൾ അലിവുള്ള ആളാണ്, നിങ്ങൾ ഇതിന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അങ്ങേരെ പൊക്കിയാൽ അങ്ങേര് ന്യായമായി പിരിവ് തരുമല്ലോ. ഇതുപോലെ അള്ളാനെ നമ്മള് സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധൻ, അല്ലാഹു അക്ബർ, നീ തന്നെ മേലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുആ ചെയ്ത. അതല്ല. അങ്ങനെ എന്താ അള്ളാഹ് പൊട്ടനായി ഹാജിയരെ പോലെ? പൊട്ടനല്ല. പിന്നെന്താ? നാം നമ്മുടെ അനുസരണ, നമ്മൾ അനുസരിക്കുന്ന ദാസന്മാരാണെന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം അന്വർത്ഥമാക്കി വിനയാന്വിതനായ അച്ചടക്കമുള്ള ഒരു അടിമയായിട്ട് നന്മകട്ട് പ്രകടിപ്പിക്കുക, ഒരു ഖുർബത്ത് സമർപ്പിക്കുക, ഒരു സ്വാലിഹായ അമല് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി അങ്ങോട്ട് ചെയ്യാം, അതിന്റെ പിന്നിൽ ദുആ ചെയ്യാം. ഇത് നല്ല കീഴ്വഴക്കമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് നമുക്ക് കാണിച്ചു തന്നത് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട്, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട്, മുഅവ്വിദത്തൈനി ഓതിയിട്ട്, അവസരവും നേരൊക്കെ ഉണ്ടെങ്കിൽ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന രീതി പഠിപ്പിച്ചത്. ഇതിന് ഖുർആൻ ഓതിയിട്ട് ഖുർബാൻ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക.
ചില സഹോദരന്മാർ ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുണ്ട്. മരിച്ച വീട്ടിൽ യാതൊരു കാരണവശാലും ഖുർആൻ ഓതിക്കൂടാ, അത് തെറ്റാണെന്ന് പറയുന്ന വിവരമില്ലാത്ത ചില സഹോദരന്മാർ ഉണ്ട്. വാസ്തവത്തിൽ അവർ പരിശുദ്ധ ദീനിനെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരാണ്. ദീനിനെ തകർക്കാൻ ഇറങ്ങിയ ആളുകൾ എങ്ങനെ തകർക്കറിയോ? ഒറ്റടിക്ക് ദീനിനെ തകർക്കൂല, അത് പറ്റൂല. ഓരോ നന്മകളെ അല്പാൽപമായി തകർക്കുക. ഒരു വലിയ മരം വെട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ അതിന്റെ മുരടിൽ പോയിട്ട് കൊടാലി വെക്കുവോ? ഒരു വലിയ മരം മുറിക്കുന്ന നാം എന്താ ചെയ്യുക? ആദ്യം തന്നെ അതിന്റെ മുരടിൽ എന്താവോ? കൊടാലി വെക്കുവോ? ഇല്ല. അതിന്റെ ചില്ലകൾ ഓരോന്ന് വെട്ടും, അല്ലെ? ചില്ലകൾ വെട്ടിയിട്ട് ആ മുരട് വെട്ടുള്ളൂ. ഇതുപോലെ നന്മകൾ ഓരോന്ന് നമ്മുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരൻ മൗലവി ഉണ്ടല്ലോ, 3 വക്ത് നിസ്കാരം പറഞ്ഞ മൗലവി, അങ്ങേര് സത്യത്തില് 3 വക്ത് നിസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെ നിസ്കാരം തന്നെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം 5 ഇല്ല 3 ഉള്ളൂ എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ അദ്ദേഹം ദൈവവിശ്വാസി തന്നെയല്ല. ഇത് നേരിട്ട് ഈ വിനീതന് ബോധ്യമുള്ള സംഗതിയാണ്. എന്റെ ഉസ്താദുമാരിൽ പ്രഗത്ഭനായ ഒരു ഉസ്താദ് അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ നമുക്കൊന്ന് സംസാരിക്കണം നേരിട്ട്. ആകാമല്ലോ. മഞ്ചേരി ഒരു ടൂറിസ്റ്റ് ഹോമിൽ ഉസ്താദും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരൻ മൗലവിയും ഒരുമിച്ച് കൂടി. 2 പേരും ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഈ ഹദീസൊക്കെ തള്ളി പറ്റൂല, ശരി, ഖുർആനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? ഖുർആനെ അംഗീകരിക്കണമെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായതല്ലല്ലോ മുസാഫ്. ഇത് ഉണ്ടാക്കാനുള്ള അവസരം തന്നെ ഒരുപാട് ഹാഫിളീങ്ങൾ, ഖുർആൻ പഠിച്ച ആളുകൾ രക്തസാക്ഷികളായി വഫാത്തായി പോയപ്പോഴാണ് ഇത് ഉമ്മത്തിനാകെ നഷ്ടമാകുമെന്നുള്ള ആശങ്ക സ്വഹാബികൾക്കിടയിൽ ഉടലെടുക്കുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് മുസാഫ് ഉണ്ടാക്കിയത്. അപ്പൊ ഇതിൽ ഉള്ളത് ചോർന്നു പോകാനും ഇല്ലാത്തത് കയറാനും സാധ്യത ഉണ്ടല്ലോ, കാരണം നബിയുടെ കാലത്തല്ലല്ലോ ഇത് ഒരുമിച്ച് കൂട്ടിയത് എന്നൊരു യുക്തിയുടെ ചോദ്യം ഉസ്താദ് ചോദിച്ചപ്പോ മൗലവി എന്താ പറഞ്ഞറിയോ? എനിക്കും ആ സംശയം നേരത്തെ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ ഖുർആനെ കുറിച്ചിട്ടൊരു റിസർച്ച് നടത്തുക, ഒരു ഗവേഷണം നടത്തുക. ആ ഗവേഷണത്തിൽ ഇത് ദൈവികമാണെന്ന് തെളിഞ്ഞാൽ നമുക്ക് കാക്കമാരൊപ്പം കൂടാം, അല്ലെങ്കിൽ നമുക്ക് യുക്തിവാദികളുടെ കൂടെ കൂടാം എന്ന് ഉസ്താദിനോട് നേരിട്ട് മൗലവി പറഞ്ഞതാ. അപ്പൊ അങ്ങേരെ ഉള്ളിലിരിപ്പ് എന്താ? 3 വക്ത് നിസ്കാരം ഇല്ല, അള്ളൂല്ല, ഒന്നുമില്ല. അപ്പം ആദ്യം 2 അങ്ങോട്ട് വെട്ടുക, അങ്ങനെ വെട്ടി വരിക. ഇതുപോലെ ഉമ്മത്തിൽ ഖുർആൻ ഓതുന്നതിന് എന്ത് കുഴപ്പാ കൂട്ടരെ? ഖുർആൻ ഓതിയാൽ എന്താ അപകടം അവിടെ ഉള്ളത്? ആലോചിച്ചു നോക്കൂ. ഖുർആൻ ഓതരുത്, മരണ വീട്ടിൽ ഓതരുതെന്ന് പറയുക മാത്രമല്ല, ഓതുന്നവരെ തടയുകയും. എത്രത്തോളം മുസ്ഹഫ് അടച്ചു വെപ്പിച്ച സംഭവം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ? മരിച്ച വീട്ടിൽ വരുന്നവർക്കൊക്കെ ഇവിടെ സ്ഖലനം ഉണ്ടാകുന്നുണ്ടോ? സംശയം. മരിച്ച വീട്ടിൽ വരുന്നവർക്കൊക്കെ സ്ഖലനം സംഭവിക്കുന്നുണ്ടോ? വലിയ അശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് ഖുർആൻ പാരായണം ഹറാമുള്ളത്. വലിയ അശുദ്ധിയുള്ള സമയത്ത് മാത്രമാണ് ഖുർആൻ പാരായണം ഹറാമുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ അത് പുണ്യമുള്ള അമലാണ്. മരിച്ച വീട്ടിൽ വരുന്നവർക്കൊക്കെ വലിയ അശുദ്ധി ഉണ്ടാകുന്നുണ്ടോ? ചുരുക്കം ചില സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാവും, അവര് പാരായണം ചെയ്യണ്ട, അല്ലാത്തവർ ഓതിക്കോട്ടെ, എന്താ വിരോധം? പിന്നെ ബാത്റൂം പോലെ, കക്കൂസ് പോലെ മാലിന്യമുള്ള സ്ഥലത്ത് കക്കൂസ് പോയിരുന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അത് ഖുർആനോടുള്ള ഹുറുമത്ത് പാലിക്കാത്ത പ്രവൃത്തിയാണത്. ഓതാൻ പാടില്ല മാലിന്യമുള്ള സ്ഥലത്ത്. മരണ വീട്ടിൽ മാലിന്യം ഉണ്ടാവും. ഒരു വിശ്വാസി മരിച്ചാൽ അവന്റെ ശവം നജസല്ല. ശവമായാൽ നജസാകാത്ത വസ്തുക്കൾ 3: മനുഷ്യൻ, ജറാദ്, മീന്. മത്സ്യം ചത്തു കഴിഞ്ഞാൽ നജസല്ല. ജറാദ്, വെട്ടുകിളി എന്ന് പറയുന്ന ഒരു പക്ഷി, ഒരു സാധനം, അത് നജസല്ല. മനുഷ്യൻ മരിച്ചാലും നജസല്ല. ഖുർആൻ തെളിവാണ്. ഫുഖഹാവ് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോയവന്റെ മൃതശരീരം നജസല്ല. മരണ വീട് മാലിന്യമുള്ള വീടല്ല എന്ന് മാത്രമല്ല, ഖുർആൻ പാരായണം നടക്കുന്ന സ്ഥലത്തേക്ക് തൻസിലു ഫീഹി സകീനത്തു, ബുഖാരി, മുസ്ലിം, അവിടെ അനുഗ്രഹീതരായ മാലാഖമാർ ഇറങ്ങും. മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകും. മനസ്സമാധാനം കിട്ടും ഖുർആൻ കൊണ്ട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ ഖുർആനിന്റെ വചനങ്ങൾ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ ആ ഖുർആൻ പാരായണം വഴി വിശ്വാസിയുടെ മനസ്സിന് കരുത്ത് കിട്ടും, സബൂറ് കിട്ടും, ഈമാനുക ഉണർവ് കിട്ടും. ഇത് മരണ വീട്ടിൽ അത്യാവശ്യമല്ലേ? അവിടെ സബൂറ് വേണം, മനസ്സമാധാനം വേണം, അനുഗ്രഹീതരായ മലക്കുകളുടെ സാന്നിധ്യം അവിടെ വേണം. പിന്നെ എന്തിനാ കൂട്ടരെ ഈ നന്മയെ എതിർക്കുന്നത്? വേറെ ഒരു വാറോല, ഇവിടെ ഒരു ജൽപ്പനം കേൾക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്,
മരണ വീട്ടിൽ ഖുർആൻ ഓതിയാൽ മയ്യിത്തിന് അതിന്റെ പ്രതിഫലം കിട്ടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലൂടെയും ലഘുലേഖയിലൂടെയും ഈ വിനീതൻ തന്നെ കണ്ടതാ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഇമാം ഷാഫിയെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ഞാനും നിങ്ങളും അല്ല പറയേണ്ടത്. ഇമാം ഷാഫിഈയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച അവിടുത്തെ ശിഷ്യന്മാരാണ് എന്താണ് ഇമാം പറഞ്ഞത് എന്ന് പഠിപ്പിക്കേണ്ടത്. അല്ലേ? ഇവിടെ ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിന്റെ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്കല്ലേ തന്റെ ഗുരു എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് ശരിക്കറിയാം, അല്ലേ? നേരിട്ട് ബോധ്യപ്പെട്ട ആളുകൾക്ക്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ വിഷയകമായി മരണ വീട്ടിൽ നടക്കുന്ന ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിപ്പിച്ചതെന്ന് അവിടത്തെ അസ്ഹാബ്, അവിടത്തെ തലാമീദ് ശിഷ്യന്മാർ വളരെ വ്യക്തമായി സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾക്ക് മുഞ്ചുള്ളൊരു വഴലല്ല, ഇതൊരു പഠനമാണ്. നിങ്ങൾ ശരിക്കും പഠിച്ചേ ഇപ്പൊ പോകാൻ പറ്റും. ശരിക്കും പഠിക്കണം. ചെറിയ കിതാബ് നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഓതി കൊടുക്കുന്ന കൊച്ചു കിതാബ് ഫത്ഹുൽ മുഈനിലടക്കം ഇത് കാണാം. വതൻഫഉ മയ്യിതൻ മിൻ വാരിസിൻ ഔ ഗൈരിഹി സദഖത്തുൻ വദുആഉൻ ഇജ്മാഅ. മരിച്ചുപോയ ആൾക്ക് ഉപകാരപ്പെടും എന്ത്? അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ മരിച്ചുപോയ ആളുടെ പേരിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഉപകരിക്കും, അതിന്റെ ഫലം അവരിലേക്ക് എത്തും. അത് മിൻ വാരിസിൻ വഗൈരിഹി, അനന്തരാവകാശികൾ ആണെങ്കിലും അല്ലെങ്കിലും. മരിച്ചുപോയ ആളുടെ മക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, അല്ലാത്തവരാകട്ടെ, മരിച്ചുപോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ മരിച്ചുപോയ ആളുടെ പേരിൽ ദാനം ചെയ്താൽ അതിന്റെ പുണ്യം മരിച്ച ആൾക്ക് കിട്ടും. ഇജ്മാഅൻ. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ, മയ്യിത്തിനത് ലഭിക്കുമെന്ന അഭിപ്രായമാണ്. അതാണ് ഇജ്മാഅ്. ഇജ്മാഇന്റെ നിർവചനം എന്താ? ഉസൂലുൽ ഫിഖ്ഹിൽ കാണാ ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി ബഅദ വഫാത്തി നബിയിഹാ. നബി തങ്ങൾ വഫാത്തായതിനു ശേഷം മുസ്ലിം ലോകത്തെ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ ഖണ്ഡിതമായ അഭിപ്രായം, ഒറ്റ അഭിപ്രായം. നമസ്കാരം 5 വക്താണെന്നുള്ള വിഷയത്തില് ഇജ്മാഉണ്ട്. മുസ്ലിം ലോകത്തെ ആലിമീങ്ങൾക്കിടയിൽ ഇജ്മാഉണ്ട്. അത് പൊളിച്ചു ഈ മൗലവി, അത് കബീറത്ത, വലിയ കുറ്റം. ഇതുപോലെ ഇജ്മാഉണ്ട്. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും ഫലവത്താണ്, മരിച്ചുപോയ ആൾക്ക് കിട്ടുമെന്നതിൽ ഇജ്മാഉണ്ട്. തുടർന്ന് ഫത്ഹുൽ മുഈനാണ് ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന്റെ മുമ്പൊന്ന് നോക്കിയതാണ്, ആ ഓർമ്മ വെച്ച് പറയാണ്. ഇബാറത്തിന് വേർഡിൽ ചില്ലറ മാറ്റം ഉണ്ടെങ്കിലും ആശയം അതാണ്. തുടർന്ന് പറയുന്നു സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, വഖിറാഅത്തുൻ, ഖുർആൻ പാരായണം നടത്തിയാൽ അതിന്റെ കൂലിയും മയ്യിത്തിന് കിട്ടും. തുടർന്ന് വഖൗലു ശാഫിഈ റഹിമഹുല്ലാഹ് ലാ യസിലു സവാബുഹാ ഇലൽ മയ്യിത്തി. ഇമാമുന ശാഫിഈ പറഞ്ഞിട്ടുണ്ട്, മരണ വീട്ടിൽ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മയ്യിത്തിന് കിട്ടില്ല എന്ന് ഇമാം പറഞ്ഞത് എന്താണെന്നാണ് പിന്നെ തുടർന്ന് പറയുന്നത്. വഹുവ ഇല്ലം യൻവിൽ ഖാരിഉ സവാബ ഖിറാഅതിഹി ലഹു ഔ നവാഹു വലം യദ്ഉ. ഇമാം പറഞ്ഞത് കിട്ടൂലാന്നല്ല. ഇമാം പറഞ്ഞത് മരണ വീട്ടിൽ കേവലം ഖുർആൻ പാരായണം പോരാ. കേവലം ഖുർആൻ പാരായണം കൊണ്ട് മരിച്ച ആൾക്ക് കൂലി കിട്ടൂല. ആ മരിച്ച ആളുടെ തലഭാഗത്ത് വന്നിരുന്ന് അങ്ങനെ ഓതിയാൽ മാത്രം പോരാ. പിന്നെ എന്തുകൂടെ വേണം? അത് മരിച്ച ആൾക്ക് ഹദിയ ചെയ്യണം, സമർപ്പിക്കണം. എന്നിട്ട് അതിന്റെ പിറകിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്കിലേ അതിന്റെ ഫലം മരിച്ച ആൾക്ക് കിട്ടൂ എന്നാണ് ഇമാം പറഞ്ഞത്. നിരുപാധികം കിട്ടില്ല എന്ന് ഇമാമുന ശാഫിഈ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇമാമുന ശാഫിഈ മറ്റു ചില കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വഖദ് നസ്സ ശാഫിഈയു വൽ അസ്ഹാബു. ഇമാമുന ശാഫിഈയും അവിടത്തെ ശിഷ്യന്മാരെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞത് അലാ നുദുബി ഖിറാഅതി മാ തയസ്സറ ഇൻദൽ മയ്യിത്തി. മരിച്ച വീട്ടില് മയ്യിത്തിന്റെ സന്നിധാനത്ത്, മയ്യിത്ത് ഉള്ള സ്ഥലത്ത്
കഴിയുന്നത്ര ഖുർആൻ ഓതുകയും ഉടനെ ദുആ ചെയ്യുകയും സുന്നത്തായ കാര്യമാണ്, മുസ്തഹബാണ്, പുണ്യമുള്ള കാര്യമാണ് എന്നാണ് ഇമാം പറഞ്ഞത്. എന്തുകൊണ്ട്? ലി അന്നഹു ഹീനഇദിൻ അർജാലിൽ ഇജാബത്തി, അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഖുർആൻ കഴിയുന്നത്ര ഓതിയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ഇമാമുന ശാഫിഈ മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതോ വെറും ഓത്ത് പോരാ മക്കളെ, ഓത്തിന്റെ കൂടെ നിങ്ങൾ അത് ഹദിയ ചെയ്യണം. പഠിച്ചോ, അതാണല്ലോ നമ്മൾ ഔസിൽ അല്ലാഹുമ്മ ബല്ലിഗ് വ ഔസിൽ മിഥല സവാബി മാ ഖറഅനാഹു എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഓതി ഇതുപോലത്തെ പ്രതിഫലം, ഇതിന്റെ പ്രതിഫലം അവർക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. പഠിച്ചോനെ, ഇതിന്റെ പുണ്യം അവരിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതാണ് ഇമാമ് പറഞ്ഞത്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വെറും ഓത്ത്, മുന്നിലുള്ള ഓത്ത് പോരാ, മയ്യിത്തിന് ഹദിയ ചെയ്ത് പിറകിൽ ദുആ ചെയ്യണം, എന്നാലാണ് ഫലവത്താകുക. ഇതിപ്പോ ഇമാമുന ശാഫിയുടെ അഭിപ്രായം. എന്നാൽ മറ്റു 3 ഇമാമികളുണ്ടല്ലോ ലോകത്ത്, മദ്ഹബിന്റെ ഇമാമുകൾ. ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ, 10 ലക്ഷം ഹദീസ് ഹൃദ്യസ്ഥമാക്കിയ മഹാരഥന്മാർ, ദീനിന് വേണ്ടി മരിച്ച, ദീനിന് വേണ്ടി ജീവിച്ച മഹാരഥന്മാർ, അവർക്ക് വേണ്ടി ഒരു തെർബിയത്ത് ചൊല്ലിക്കോ, അവിടെ ഒരു നഷ്ടം വരില്ല. നമ്മളൊന്നും അവര് ചെയ്തതിന്റെ 100ൽ 1000ൽ ഒരു അംശം ചെയ്തിട്ടില്ല ദീനിന് വേണ്ടി. അതുകൊണ്ട് അവരെ അങ്ങോട്ട് സ്നേഹിച്ചോ. നമുക്കൊന്നും അവരെ പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും നമ്മൾ സ്വർഗത്തിൽ എത്തട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാമുന അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു, ഈ 3 ഇമാമുമാരും എന്താ പറഞ്ഞറിയോ? യസ്ലു സവാബുഹാ ലിൽ മയ്യിതി ബിമുജറദി ഖസ്ദിഹി ബിഹാ, മയ്യത്തിന്റെ അടുത്ത് വെച്ച് വെറും നിയ്യത്തോടെ, പഠിച്ചോനെ ഞാൻ ഈ ഓതുന്നതിന്റെ കൂലി മയ്യത്തിലേക്ക് എത്തിക്കണേ എന്ന നിയ്യത്തോടെ വെറും പാരായണം തന്നെ മയ്യത്തിന് ഉപകരിക്കും, മയ്യത്തിന്റെ പരലോക ശാന്തിക്ക് കാരണമാകും എന്നാണ് 3 ഇമാമിങ്ങളും പറഞ്ഞത്. വഅലൈഹിൽ അഇമ്മത്തു സലാസത്തു വഖ്താറഹു കസീറുന മിൻ അഇമ്മത്തിനാ, ശാഫിഈ മദ്ഹബിലെ മഹാരഥന്മാരായ ഇമാമുമാരൊക്കെ മുഖ്താറാക്കിയ, പ്രബലമാക്കിയ അഭിപ്രായം ഇതാണ്. വെറുതെ നിയ്യത്തിൽ ഓതിയാലും കൂടി കിട്ടും. എന്താ 3 ഇമാമിങ്ങളും പറഞ്ഞത്? ഇമാം ഷാഫി മാത്രം പറഞ്ഞു, വെറും ഓത്തുമ്മ മതിയാക്കല്ലേ, വെറും പാരായണത്തിൽ നിർത്തല്ലേ, അത് ഹദിയ ചെയ്ത് ദുആ ചെയ്യുക കൂടി വേണം. എന്നിട്ട് ഇത് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു നടക്കുകയാണ്. ഇമാമുന ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഓതിയ കാര്യമില്ല. ഇനിയിപ്പോ വേണ്ട, ഒരു തർക്കത്തിൽ സമ്മതിക്കുക, ഓതിയ മയ്യത്തിന് ഒന്നും കിട്ടൂലെങ്കിൽ ഓതിയ ആൾക്ക് കിട്ടൂല. ചങ്ങായിമാരെ, അവിടെ രാഷ്ട്രീയം പറഞ്ഞ് തോന്നിയാസം പറഞ്ഞിരിക്കലാണോ, അവിടെ കുറച്ച് ഖുർആൻ ഓതുന്നതാണോ നല്ലതെന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കി. സംഗതിയൊക്കെ ശരിയാണ്. എന്നാൽ സഹാബികൾ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല? ഇവിടെ അങ്ങോട്ട് ഉത്തരം മുട്ടുമ്പോൾ ഇമാമികളെ ഈ കേസ് പറയുമ്പോൾ ശരിക്ക് വസ്തുനിഷ്ഠമായി വിവരിക്കുമ്പോൾ അവിടെ അങ്ങോട്ട് കുടുങ്ങിയാ പറയുന്ന, പിന്നെ എന്തുകൊണ്ട് സഹാബികൾ മരിച്ചു കൊടുത്ത് ഓതിയില്ല? ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും, പഠിച്ചവനെ സഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ആ പണി നമുക്ക് വേണ്ട. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. സ്വഹാബികൾ ചെയ്തില്ല എന്ന് ആരാ പറഞ്ഞത്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഓഫീസിൽ തലച്ചോറ് പണയം വെച്ചാൽ തിരിയൂല കൂട്ടുകാരാ. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ തലച്ചോറ് പണയം വെച്ചാൽ പഠിക്കാൻ പറ്റൂല. വസ്തുനിഷ്ഠമായി ഖുർആനും ഹദീസും നന്നായിട്ടാണ് പഠിക്കുക. സംഘടനയുടെ മേലാളന്മാർ പറഞ്ഞത് ദീനിന്റെ വേദവാക്യായിട്ട് കരുതണ്ട. ഞാൻ ഒരു സംഘടനയെ കുറിച്ചും അല്ല പറയുന്നത് കേട്ടോ. അത് എസ് സംഘടനയാണെങ്കിലും എ സംഘടനയാണെങ്കിലും ബി സംഘടനയാണെങ്കിലും ഒരു സംഘടനയുടെയും ഓഫീസിൽ ബുദ്ധി പണയം വെക്കണ്ട. ഇതിന്റെ ആവശ്യം ഗതികേട് നമുക്കില്ല. നമുക്ക് ഖുർആനും സുന്നത്തും ഇമാമിയങ്ങളെ വഴിയുണ്ട്, അത് മതി. അതിനപ്പുറത്ത് വേറെ റൂട്ട് വേണ്ട. പിന്നെ സംഘടനകളാവട്ടെ, അവരെ രീതി ആവട്ടെ, അവർ ഉമ്മത്തിന് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. അവരെ ദൂഷ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറി നിൽക്കാം. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്താ സ്വഹാബത്ത് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇബ്നു അബീ ശൈബ അടക്കമുള്ള മുഹദ്ദിസുകൾ അത് വിവരിച്ചിട്ടുണ്ട്. വകാനത്തിൽ അൻസാറു, ശരിക്കും ശ്രദ്ധിച്ചോ, സ്വഹാബികൾ മരിച്ചോട് തോതിന് തെളിവ്. വകാനത്തിൽ അൻസാറു, മദീനക്കാരായ സ്വഹാബികൾ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിലുണ്ടായിരുന്ന വിശ്വാസികളും ഹിജ്റയായി മദീനയിലെത്തിയപ്പോ ആവേശകരമായ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയ, എല്ലാ നിലയിലും മുഹാജിരീങ്ങളെയും നബിയെയും സഹായിച്ച മദീനക്കാരായ മുസ്ലിമീങ്ങളാണ്, സ്വഹാബികളാണ് അൻസാറുകൾ. ആ അൻസാറുകൾക്കിടയിൽ ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു, ഒരു നടപ്പ് രീതി ഉണ്ടായിരുന്നു. അതെന്താണ്? വകാനത്തിൽ അൻസാറു, മദീനക്കാരായ സ്വഹാബികൾ ആയിരുന്നു.
യഖ്റഊന ഇൻദൽ മയ്യിതി സൂറത്തുൽ ബഖറതി. അവരിൽ ആരെങ്കിലും മരിച്ചാൽ മരണവീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന പതിവ് മദീനക്കാരായ വിശ്വാസികൾക്ക്, സ്വഹാബികൾക്ക്, അൻസ്വാറുകൾക്ക് ഉണ്ടായിരുന്നു. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു. സ്വഹാബികളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവര് അല്ലേ? അവരാ പണി ചെയ്തിരുന്നു. മാത്രല്ല ഇതിപ്പോ മദീനക്കാരല്ലേ ചെയ്തത്. മുഹാജിറുകൾ മക്കയിൽ നിന്ന് പോയവര് ചെയ്തോ? ആരാ ഈ അൻസാറുകള്? ആരാണ് ഈ അൻസാറുകൾ? മദീനക്കാരായ വിശ്വാസികളെ കുറിച്ച് എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി എന്തിനധികം മദീനക്കാരനായ ഒരു വിശ്വാസിയെ ദ്രോഹിച്ചാൽ ഞാൻ അവന്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നും നിയമം അതാണ്. ഹജ്ജിന് പോയവരെ സൂക്ഷിച്ചോ, മദീനയിലെ ഒരു വിശ്വാസിയെ വെറുതെ നീ ദ്രോഹിച്ചാല് നിന്റെ പ്രതിയോഗിയായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും അതാണ് നിയമം. ആരാണവർ? എല്ലാ നിലയിലും ഒത്താശ ചെയ്തു. അള്ളാന്റെ ഉത്തരവ് വന്നു, നബിയെ ഇനി മദീനയിൽ തന്നെ ഇങ്ങനെ നിൽക്കണ്ട, മക്കയിലേക്കൊന്നു പോകണം. അങ്ങയിൽ വിശ്വസിച്ച ലക്ഷക്കണക്കിന് അനുയായികളോടൊപ്പം മക്കയിലേക്കൊരു മാർച്ച് നടത്തണം. എന്നിട്ട് ലോകത്തെ പ്രഥമ ആരാധനാലയമായ മാനവരാശിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി കഅബ മന്ദിരത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ശിർക്കിന്റെ ഒരുപാട് വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങളെയെല്ലാം തച്ചുടച്ച് ആ പരിഭാവനമായ ഗേഹത്തെ സംശുദ്ധമാക്കണം നബിയെ. അതുകൊണ്ട് മക്കയിലേക്ക് ഒരു മാർച്ച് നടത്തണം. അള്ളാന്റെ ഓർഡർ വന്നു. മദീനയിൽ വിശ്വാസികളോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന നബിക്ക് അള്ളാന്റെ ഉത്തരവ് വന്നു. നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് മക്കയിലേക്ക് ഒരു പോക്ക് പോകണം. അൻസാറുകൾ പറഞ്ഞു, പോകാം, ഞങ്ങൾ എല്ലാ നിലയിലും തയ്യാറാണ് പഠിച്ചോനെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഗ്രൂപ്പ് പറഞ്ഞു, അവര് വിശന്ന നേരത്ത് പറഞ്ഞു, വിശന്നിട്ട് പാടില്ല, എന്തെങ്കിലും വേണം, ഞങ്ങൾക്ക് അധ്വാനിക്കാനൊന്നും പറ്റൂല, നല്ല വെറൈറ്റി ശാപ്പാട് വേണം. ആകാശത്തുനിന്ന് മഞ്ഞ് സെൽവ ഇറക്കി കൊടുത്തു. കട്ടിത്തേനും കാടപ്പക്ഷിയും ആകാശത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. അതവര് 3-4 ദിവസം ഷാപ്പിട്ടപ്പോ ഒരു ചേഞ്ചിങ് വേണം. ഖുർആന്റെ ആയത്താണത്. അവര് പറഞ്ഞു, ഇത് കഴിച്ച് ഈ തേനും ഈ കാടപ്പക്ഷിയും തിന്ന് വെറുത്തു. അതുകൊണ്ടൊരു വെറൈറ്റി, ഒരു ദിവസം ഉള്ളി വരട്ടെ, ചീര വരട്ടെ, വെജിറ്റേറിയൻ വരട്ടെ, ഓരോന്നോരോന്ന് ഇവര് ചോദിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നടപടിയുള്ള കേസല്ല, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, ഇതിങ്ങനെ അള്ളാഹ് ഇറക്കി തരാം, ഞങ്ങളിപ്പോ പോകുന്ന പറഞ്ഞു. വേഗം വണ്ടി വിട്ടോളൂ, നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ പോവാം. അവര് നാട് വിട്ടു. ഈ പണി നബിയെ ഞങ്ങൾ ചെയ്യില്ല. മാത്രല്ല യുദ്ധത്തിന് പോകേണ്ട, ഇങ്ങനെയൊക്കെ ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റിയിട്ട് ഇസ്രായേലിയര് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നമ്മൾ ചെറിയൊരു യുദ്ധം, ഫറോവമാരോട് ചെറിയൊരു ഫൈറ്റ് ഇപ്പോൾ ഇവിടെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന ചില അക്രമികൾക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ പഠിച്ചവനും പോയി യുദ്ധം ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഒഴിവില്ല. ഇതൊക്കെ ഇസ്രായേലിയരുടെ ജൽപ്പനങ്ങളാ, പറച്ചിലാണ്. നബിയെ ഞങ്ങൾ അങ്ങനെ ആവൂല, ഞങ്ങളെ മക്കയിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരാ, എങ്ങോട്ട് വിളിച്ചാലും റെഡിയാണ് നബിയേ. അങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു മക്കയിലേക്ക് മാർച്ച് ചെയ്യണം. ആ മാർച്ച് എന്തൊരു പ്രൗഢ ഗംഭീരമാണ്. അന നബിയ്യുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന നബിയ്യുൻ ലാ കദിബ്. മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മക്കയെ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള വിപ്ലവമാണ് ഈ നടത്തുന്നത് മുസ്തഫ നബി തങ്ങൾ. ഇവിടത്തെ വിപ്ലവങ്ങളെ പോലെയുള്ള രക്തച്ചൊരിച്ചിലിന്റെ വിപ്ലവങ്ങളല്ല, അനീതിയുടെ വിപ്ലവമല്ല. ഇത് സ്നേഹത്തിന്റെ, നീതിയുടെ വിപ്ലവമാണ്. അങ്ങോട്ട് കയറി ചെന്നു. ആ വരവ് കണ്ടിട്ട് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് മക്കാ നേതാവ് അബൂ സുഫിയാൻ ഈ കാഴ്ച കണ്ടു. മുഹമ്മദ് അനുയായികളോടൊപ്പം വരുന്നു. കൂടെ അബൂ സുഫിയാന്റെ കൂടെ പുന്നാര നബിയുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ബാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസേ, സാറബ്നു അഖീകൽ യൗമ മലികൽ മുലൂക്. നിന്റെ സഹോദരൻ, മരിച്ചുപോയ സഹോദരൻ അബ്ദുല്ലാന്റെ മോന് രാജാതിരാജനായിട്ടാണല്ലോ വരുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുത്തി, അബൂ സുഫിയാനെ, എന്റെ സഹോദരന്റെ പുത്രൻ രാജാതിരാജനല്ല, അത് അല്ലാഹുവാണ്. എന്റെ സഹോദരന്റെ മോൻ, എന്റെ കുട്ടി ഇന്ന് രാജാതിരാജനല്ല, നബിമാരുടെ നബിയാണ്. തിരുത്തി കൊടുത്തു. ആ വരവ് വന്നപ്പോ മുശ്രിക്കുകളൊക്കെ പേടിച്ചു വിറച്ചു.
അവർക്കൊക്കെ നിരുപാധികം മാപ്പ് കൊടുത്തു. മാതാ തന്തളിറൂന മിന്നീ, ദ്രോഹിച്ച ആളുകൾ മക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താ പറഞ്ഞത്? നീ മാന്യനല്ലേ, നീ മാന്യന്റെ പുത്രനല്ലേ? അവരോടൊക്കെ മാപ്പ് കൊടുത്തിട്ട് നിരുപാധികം വിട്ടയച്ചു. എല്ലാവർക്കും സന്തോഷായി, മക്കാർക്ക് സന്തോഷായി. വലിയ ക്രൂരത കാണിച്ചിട്ട് മുഹമ്മദ് നമ്മോട് മാപ്പാക്കിയല്ലോ, നമുക്ക് മാപ്പ് കിട്ടിയല്ലോ, അവർക്ക് സന്തോഷമായി. ആ സന്തോഷാധിക്യത്തിൽ അവർ പ്രഖ്യാപിച്ചു, നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്നക റസൂലുള്ളാഹ്. മക്കക്കാർ ഒന്നടങ്കം മുസ്ലിങ്ങളായി. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ആ സമയത്ത് നബി തങ്ങൾ അൻസാറുകളെ നോക്കിയിട്ട് മത്താഫിലൊന്നും കാണുന്നില്ല. മത്താഫിൽ കഅബ മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് അൻസാറുകളെ കാണുന്നില്ല. മദീനയിൽ നിന്ന് കൂടെ വന്ന സഹാബികളെ കാണുന്നില്ല. എല്ലാ ഭാഗത്തേക്കും കണ്ണോടിച്ചു. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. മത്താഫിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി അൻസാറുകൾ വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. മദീനക്കാരായ വിശ്വാസികൾ, സഹാബത്ത് കരയുകയാണ്. അവരുടെ കരച്ചിലിന്റെ കാരണം നബിക്ക് ബോധ്യപ്പെട്ടു, മനസ്സിലായി. എന്തായിരിക്കും അവർ കരയണത്? മക്കയിൽ നിന്ന് മനപ്രയാസത്തോടു കൂടെയാണ് മദീനയിലേക്ക് പോന്നത്. ലൗലാ ഉഖരിജ്തു മിൻകി ലമാ ഖറജ്തു മിൻകി. ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് കഅബയുടെ മുറ്റത്ത് ചെന്ന് പുണ്യനബി പറഞ്ഞു, പടച്ചോനെ, എനിക്ക് ഈ നാട് വളരെ ഇഷ്ടമാണ്, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലമാ ഖറജ്തു മിൻകി, മക്കാ നഗരമേ, ഞാൻ നിന്നിൽ നിന്ന് എങ്ങോട്ടും പോകൂലായിരുന്നു, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. വളരെ കഥനഭാരത്തോടുകൂടെയാണ് ഹിജ്റ പോകുന്നത് ഒരർത്ഥത്തിൽ. എന്തിനു പറയുന്നു? എല്ലാ നിലയിലും മക്ക നബി തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇനി സ്വന്തം നാട് തന്നെ സുസജ്ജമാണ്, താമസയോഗ്യമാണ്, എല്ലാ സെറ്റപ്പും മക്കയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി മുത്തുനബി നമ്മുടെ നാട്ടിലേക്ക് വരാതെയാകുമോ? ഇതാണ് അൻസാറുകളുടെ സങ്കടത്തിന്റെ കാരണം. അവർ മാറി നിന്ന് കരയാൻ കാരണം എന്താ? ഇനി നബി മദീനയിലേക്ക് വരൂല, ഇവിടെ തന്നെ തന്നു. നമുക്ക് ഹബീബിന്റെ സഹവാസം, ആ പുണ്യനബിയോടൊന്നിച്ചുള്ള ജീവിതം ഇനി നഷ്ടപ്പെടുമല്ലോ. ഇത് മനസ്സിലാക്കിയിട്ട് അവരുടെ ചാരത്തേക്ക് ഇറങ്ങി നടന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിങ്ങിപ്പൊട്ടുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലെന്ന് വിചാരിച്ചോ? ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായത് കൊണ്ടാണ്. ആ ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഞാൻ മദീനയിലായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്. ഹിജ്റ ഉണ്ടായതുകൊണ്ട് അള്ളാഹു എന്നെ മക്കയിൽ ജനിപ്പിച്ചത്. ഹിജ്റ ഇല്ലെങ്കിൽ ലകുന്തു റജുലൻ മിനൽ അൻസാർ, അൻസാരികളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ ആയിരിക്കും ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അൻസാറുകൾ. ആ അൻസാറുകൾ കാണിച്ചു തന്ന ഉദാത്തമായ മാതൃകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മരണ വീട്ടിലുള്ള ഖുർആൻ പാരായണം. അങ്ങനെ നമ്മൾ ഖുർആൻ ഓതിയാൽ എന്താ കാര്യമെന്നോ? ആ മരിച്ചുപോയ ആൾക്ക് മാത്രമല്ല, ഇത് ഓതി ദുആ ചെയ്ത ആൾക്കും കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലമാ വഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ. ഇങ്ങനെ ഖുർആനൊക്കെ ഓതി നല്ല രീതിയിൽ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, ദുആ ചെയ്യുന്ന ആളുടെ തലയുടെ ഭാഗത്തൊരു മലക്കുണ്ട്. കുല്ലമാ ദഅലി അഖീഹി, തന്റെ സ്നേഹിതന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്തൊക്കെ യഖൂലുൽ മലക്കു ആമീൻ വലക ബിമിസ്ലിഹി. ആ മലക്ക് പറയുന്നത് ആമീൻ, അല്ലാഹു ഉത്തരം ചെയ്യട്ടെ, വലക ബിമിസ്ലിഹി, അതുപോലെ നിനക്കും അല്ലാഹു തരട്ടെ. അപ്പൊ ഞാൻ എന്റെ മരിച്ചുപോയ സഹോദരന്, പടച്ചോനെ അവന് നീ പുറത്തു കൊടുക്കണേ, പടച്ചോനെ ഖബർ ശിക്ഷയിൽ ഇളവ് കൊടുക്കണേ, പടച്ചോനെ ഖബറിൽ വിശാലത ചെയ്യണേ, മനമുരുകി പ്രാർത്ഥിച്ചാൽ എന്റെ കൂടെയുള്ള മലക്ക് ദുആ ചെയ്യുന്നത് എന്താണ്? ആമീൻ, അല്ലാഹു ഉത്തരം ചെയ്യട്ടെ, വലക ബിമിസ്ലിഹി, നിനക്കും ആ അനുഗ്രഹം കിട്ടട്ടെ. ഇങ്ങനെ ദുആ ചെയ്യുന്നു, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നു എന്ന് മാത്രമല്ല, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അഭാവത്തിലുള്ള പ്രാർത്ഥനയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, ഇക്കാക്ക നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഇക്കാക്കാന്റെ രോഗം അള്ളാഹു ശിഫയാക്കി തരട്ടെ, ഇക്കാക്കയുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് തരട്ടെ, ഇക്കാക്കാന്റെ ജോലിയിൽ അള്ളാഹു പുരോഗതി തരട്ടെ എന്നൊക്കെ ഇക്കാക്കാന്റെ മുന്നിലിരുന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ ആ ദുആ ചിലപ്പോ ആത്മാർത്ഥത ഉള്ളതാവും, ചിലപ്പോ അവിടെ ദുആവും. എന്താ? ഇക്കാക്കാനെ തിരി വെച്ചാണ് പൊക്കിയിട്ട് എനിക്ക് എല്ലാം നേടിയെടുക്കാണ്ടെങ്കിൽ തട്ടാ ആജിയരെ അള്ളാഹ് കാണട്ടെ, അങ്ങനെയൊക്കെ ദുആ ഇങ്ങനെ. എന്നാലോ അഭാവത്തിലുള്ള പ്രാർത്ഥന ഇവിടെ മുന്നിലില്ല, ഇക്കാക്ക മുന്നിലില്ല,
എന്റെ സന്നിധി സവിധത്തിൽ നിന്ന് അകലെയാണ്. അപ്പൊ ഞാൻ ദുആ ചെയ്യ, പഠിച്ചോനെ ഇന്ന മുഹമ്മദ് കാക്ക് നീ പുറത്തു കൊടുക്കണേ. ഇത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യുള്ളൂ, ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യുള്ളൂ. ഈ ദുആ മുസ്തജാബത്ത് ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി. ഒരു മുസ്ലിമിന് വേണ്ടി അയാളുടെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ, അയാൾ മുന്നിലില്ലാത്ത ഒരു വിശ്വാസിക്ക് വേണ്ടി വേറൊരു വിശ്വാസി ദുആ ചെയ്താൽ മുസ്തജാബത്തുന്ന ദുആക്ക് ഉത്തരമുണ്ട്. എന്തുകൊണ്ട്? ആ ദുആ ഇഖ്ലാസുള്ള ദുആയാണ്, ആ ദുആ ആത്മാർത്ഥതയുള്ള ദുആയാണ്. അതിൽ കാപട്യമില്ല, അതിൽ ദുനിയാവിലെ എന്തെങ്കിലും പിടുങ്ങണം എന്നുള്ള നിയ്യത്തുണ്ടാകൂല. കാരണം പിടുങ്ങാൻ കിട്ടൂല, അങ്ങനെ അറിയുന്നില്ലല്ലോ. ഈ ഇനത്തിൽ പെടും മരിച്ചുപോയ ആൾക്കുള്ള ദുആ. മരിച്ചുപോയ ആളുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ അയാൾക്ക് ആ ദുആ അറിയാൻ സാധിക്കുമെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും അദ്ദേഹം മുഖേന ദുനിയാവിൽ ഇനിയൊന്നും നേടിയെടുക്കാൻ ഇല്ല. അതുകൊണ്ട് മരിച്ചുപോയ ആൾക്കുള്ള പ്രാർത്ഥന അഭാവത്തിൽ വിശ്വാസിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ മാഹാത്മ്യങ്ങളെല്ലാം മരിച്ചുപോയ ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കിട്ടുന്നതാണ്. ഇപ്പൊ പറഞ്ഞിടത്തോളം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാം. അപ്പൊ മരിച്ച വീട് സുന്ദരമായ ഇസ്ലാമിക സംസ്കാരമുള്ള ഒരു വീട്, ആ വീട്ടിലെ ഖുർആൻ പാരായണം നടക്കട്ടെ. ഇതൊക്കെ മൊയ്ലിയേര് പറയുന്നത് എന്തിനാണെന്നിപ്പോ നമുക്കറിയാം. ഖുർആൻ ഓതിയിട്ട് മൊയ്ലിയേക്കന്മാർക്ക് കാശുണ്ടാക്കാനല്ലേ? പൊന്നാര ചങ്ങാതിമാരെ, നിങ്ങൾ വിളിക്കും വേണ്ട, വിളിച്ച് ഓതിക്കുകയാണെങ്കിൽ തന്നെ 10 പൈസ തരും വേണ്ട. തന്നാ അപ്പൊ വാങ്ങാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ മുത്താലിമീങ്ങൾ വല്ല ഫക്കീറന്മാരുണ്ടെങ്കിൽ സ്വതക്ക വേറെ ചെയ്ത് നിങ്ങൾ ആരും വിളിക്കണ്ട. എന്തിനാ നിങ്ങൾ കൂലിക്ക് ആളെ വിളിച്ച് ഓദിക്കണം? നിങ്ങൾക്കാണ് ഓദിക്കോ, വാപ്പ മരിച്ച മക്കളങ്ങോട്ട് ഓദിക്കോ, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓദിക്കോ. 10 പൈസ മേടിക്കണ്ട, അവിടുന്ന് കിട്ടുന്ന കട്ടൻ ചായ പോലും കുടിക്കണ്ട. ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്, മരണ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു രീതി, അതൊക്കെ ബിദ്അത്താണ്. ബിദ്അത്തായി തന്നെ ഇവിടെ പറയും. ഇവിടെ ബിദ്അത്തിനൊക്കെ ന്യായീകരിക്കുകയാണ് മുസ്ലിം വിചാരിക്കേണ്ട. നമുക്കിടയിൽ നടക്കുന്ന ബിദ്അത്തിനെ തീർച്ചയായിട്ടും ബിദ്അത്ത് പഠിപ്പിക്കേണ്ടി വരും. മരിച്ച വീട്ടിൽ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ മരിച്ച അന്നന്നെ പങ്കെടുക്കുക, ഇത് വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇത് ദീന് പഠിപ്പിച്ചതിനെതിരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് കടകവിരുദ്ധ. അന്ന് അവിടെ അടുപ്പിൽ നിന്ന് പുക ഉയരാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.